ഇതിനൊരു പരാതി ഉണ്ടായിരുന്നു, ഒന്ന് പുറത്തിറങ്ങിയിരിക്കാൻ സ്ഥലമില്ലെന്ന്. ഇപ്പൊ അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്, പാർക്കായി, സ്വിമ്മിംഗ് പൂളായി. എന്തായാലും ഒരു വെക്കേഷനൊക്കെ ആസ്വദിക്കാൻ പറ്റിയ അല്ലെ, ചികിത്സയും അതിന്റെ കൂടെ തന്നെ. അവിടെ താമസിച്ച് നമ്മുടെ ട്രീറ്റ്മെന്റിന് വന്നിരുന്ന പേഷ്യൻസ് എപ്പോഴും പറയുന്നത് ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങിയിരിക്കാൻ സൗകര്യമില്ല, നടക്കാൻ പുറത്തിറങ്ങിയ നേരം മെയിൻ ഹൈവേ ആണ്, ഇച്ചിരി മാറിയാണ് നല്ലൊരു ആംബിയൻസ്, സൈലന്റ് ആംബിയൻസ് ആണ് നല്ലത് എന്ന് തോന്നുന്നു. ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ആളുകളെ മാറ്റും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദം എന്ന് പറയുന്നത് ഒരു പൗരാണിക സയൻസ് ആണെന്നും അതിന് ഒന്നും കൊള്ളില്ല എന്നും പറഞ്ഞ് ഈവൻ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പോലും ആ ഒരു നിലയിലുള്ള അപ്രോച്ച് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അയൺ കണ്ടന്റ് കൂടുതലുള്ള വെള്ളമായിരിക്കും മെജോറിറ്റി, ചിലയിടത്ത് കോപ്പർ ആയിരിക്കും, ചിലയിടത്ത് അയൺ ആയിരിക്കും. ഇങ്ങനെ പല സാധനങ്ങൾ ഹൈലി കണ്ടന്റ് കൂടുതലുള്ള വെള്ളമായിരിക്കും കുഴക്കിണറിലെ വെള്ളം ഒഴിച്ചുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനിട്ട് പെസ്റ്റിസൈഡ്സും കെമിക്കലും ഇട്ട ഈ ഭൂമിയിൽ കിളുക്കുന്ന ഏത് ചെടി പറിച്ചെടുത്ത് നമ്മൾ മരുന്നായിട്ടോ ആഹാരമായിട്ടോ പറിച്ചെടുത്ത് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം അതിനകത്ത് ഉണ്ടാവും. നമ്മളൊരു സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 60% കുട്ടികൾ അലർജിക്കാണ്. അതെ, ഇവർക്ക് പെട്ടെന്ന് ജലദോഷം വരും, കഫക്കെട്ട് വരും, ശ്വാസം മുട്ടൽ വരും, പനി വരും. അപ്പോൾ നമ്മൾ തലവേദന, ഇപ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞില്ലേ മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദന എന്ന് പറഞ്ഞു, ഈ തലവേദനയെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന എന്ന് പറയുന്ന ഒരു രോഗമല്ല, ഏതോ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ സിംറ്റമാണ് തലവേദന.